പെരുന്നാൾ തലേന്ന് രാവിലെ തൊട്ടേ അസിമോളിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴാ മെഹന്തി ഇട്ടുതരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് ഈ മെഹന്തി സംഭവങ്ങളൊന്നും ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് ശീലമല്ലല്ലോ. അതുകൊണ്ട് ഇക്കാക്കാക്ക് ഇത് എവിടെ കിട്ടുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ കുറേ തപ്പി തെരഞ്ഞതിന് ശേഷം അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഈ ഒരു കോണ് കൊണ്ടുവന്നിട്ടുണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് എടുക്കൽ കാര്യങ്ങൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് അവരൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഈ ഒരു പരിപാടിക്ക് ഇരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ കുഞ്ഞാപ്പകൾക്കാണ് മെഹന്തി സെറ്റാക്കി ഇട്ട് കൊടുത്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അസിമോക്ക് ഇട്ട് കൊടുക്കാനായിരിക്കൂല. അപ്പോൾ ഒരു വിധത്തിൽ അവരെ മെഹന്തി ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈദ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എനിക്ക് ഈ ഒരു നെയിൽക്കോൺ തപ്പിയിട്ടാണ് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടോ. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല കളക്ഷൻ ആണെന്നൊക്കെ തോന്നിയപ്പോൾ കയറി നോക്കിയതാണ്. അപ്പം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടി വെയർ ഐറ്റംസിൽ ബ്രൈഡിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു 1000 തൊട്ടിട്ട് 10,000 വരെയാണ് അവിടുത്തെ ബഡ്ജറ്റ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ ആ ഒരു ബഡ്ജറ്റിലൊക്കെ. പിന്നെ നമ്മൾ നേരെ മാക്സിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാനിങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഏത് ഡ്രസ്സ് എടുക്കണം അങ്ങനെ വലിയ സംഭവമായിട്ട് എടുക്കാനുള്ള ഇങ്ങനെ ഡ്രസ്സിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിട്ടോ. പിന്നെ നമ്മൾ ഇത്തവണ സിമ്പിളാക്കാനാണ് പ്ലാന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും അങ്ങനെ തിരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സമയം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഏകദേശം ഇതായതിനു ശേഷം ഒരു ചെറിയൊരു ഷർട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇക്കാക്കാക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ കുറേ ആയിട്ട് ടീഷർട്ടുമ്മലാണ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തവണ നമുക്ക് ഷർട്ടാക്കാന്ന് പറഞ്ഞിട്ട് ആളെ പിടിച്ചേക്ക് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ അനുഭവി തല്ലുകൂടലും സ്നേഹവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെ അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകുന്നുണ്ട്. അവസാനം ഇക്കാക്ക ഈ ഒരു ഷർട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്കാൻ്റെ ഷോപ്പിംഗ് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ. എനിക്കും മക്കൾക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയാവല്. അപ്പോൾ പിന്നെ നമ്മളെ ബേബീസിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അസിമോക്ക് നമ്മൾ തലേ ദിവസം ഷോപ്പിൽ കയറിയപ്പം ഒരു ഡ്രസ്സ് ഇഷ്ടമായപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് മാച്ചാക്കിയിട്ട് മക്കൾക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് പക്ഷെ ആ മാച്ചാക്കിയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുഡിയോയിലും മാക്സിലൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു സെയിം ഐറ്റംസ് തന്നെ ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കാണുന്നവർക്കൊക്കെ എല്ലാ ബേബീസിൻ്റെ അടുത്തും ആ ഒരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഞാൻ ഇത്തവണ അവർക്ക് ഫ്രോക്കിൽ എന്തെങ്കിലും സെറ്റാക്കാനാണ് പ്ലാന്. അപ്പം അത് ഏകദേശം ഒരു സിമ്പിളായിട്ടുള്ള 2 ഫ്രോക്ക് രണ്ടാക്കും സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഗ്രോസറി ഐറ്റംസ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലിട്ടുണ്ട്.